പോകുമ്പോ നല്ലോണം ശ്രദ്ധിക്കണേ. ആമ്മേ ചേച്ചി അങ്ങോട്ടൊക്കെ വരേണ്ടിയേ. ആടി വരണ്ട്. അങ്ങോട്ടും വരണ്ടി. എത്ര നാളായി നീ അങ്ങോട്ടൊക്കെ വന്നിട്ട്? കൊറേ ആയി. ഞാൻ വരണ്ട്. ലച്ചിപ്പന്നെ ആന്റി പോയി വരട്ടോ. ശരി ആന്റി. അയ്യേ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എന്താ വിഷമിച്ചിരിക്കുന്നേ? ആന്റി പോവല്ലേ? മണിക്കുട്ടന്റെ കൂടെ ഞങ്ങൾക്ക് കളിക്കാൻ കഴിയൂലല്ലോ. അതിനാണ് മക്കളെ വിഷമിച്ചിരിക്കുന്നേ. ആന്റി കുറച്ച് ദിവസം കഴിഞ്ഞാ വരണ്ട് ട്ടോ. ആന്റി വെറുതെ പറയാ, പറ്റിക്കുക. മക്കളെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് വരേണ്ടി. 2 ദിവസം അവിടെ കൂടട്ടോ. സുമേച്ചി, ഷീബേച്ചി, മക്കളെല്ലാരും കൂട്ടിട്ട് അങ്ങോട്ട് വരേണ്ടി. 2 ദിവസം നിന്നിട്ട് പോവാ. ശരി, ഞങ്ങൾ വരണ്ട അങ്ങോട്ട്. അവരെപ്പ അമ്മയും അച്ഛനും വരുമോ? ഇല്ലടി, അച്ഛന് വരാനുണ്ടാവൂല. അവിടെ ആടും കോയിനെയൊക്കെ വിട്ട് എങ്ങനെ വരാനാ? എന്റതും വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും ഞാൻ അവരെ വിടണ്ട്. ശരി അമ്മേ, കൈയാണെങ്കിൽ എന്തായാലും വരണേ. ആടേ മതി സംസാരിച്ചിരുന്നേ. ബസ് ഇപ്പൊ പോവും. അവന് പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോ അടുത്തൊന്നും ബസ്സില്ല. ഉച്ച ആവണം. മോള് വേഗം ഇറങ്ങിക്കോ. ശരി അമ്മേ. എന്നാ എല്ലാരും അങ്ങോട്ട് വരണട്ടോ. ലച്ചിപ്പന്നെ കേട്ടില്ലേ? കേട്ടു ആന്റി. തീർച്ചയായും വരും. പിന്നെടാ, നീ അവളെ ബസ് കയറ്റിട്ട് വന്നാ മതി ഇങ്ങോട്ട്. അത് ഇത്ര പറയാനുണ്ടമ്മേ. ആന്റി പോയി വരട്ടോ. എങ്ങനെ ദേവു? അയ്യേ, മക്കളെ വിഷമം ഇനിയും തീർന്നില്ലേ? 2 ദിവസം കഴിഞ്ഞ മക്കൾ അങ്ങോട്ട് വരില്ലേ? ശരി ആന്റി. മോളെ സുമേ, ഞാനൊന്ന് പറമ്പ് പോയിട്ട് വരാം. കുറച്ച് പച്ചക്കറി പറിക്കാനുണ്ട്. ശരി അമ്മേ. ലച്ചുപ്പണ്ണ, നീ ആ കത്തി എടുത്തു വരേണ്ടിട്ടോ. ശരി അച്ഛമ്മേ. ലച്ചു, ഞാൻ കത്തി എടുത്ത് ചെന്നോ? അമ്മ അത് ദേവ് കൊണ്ടു കൊടുക്കും. അച്ഛമ്മ ആരോണ്ടടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞേ? ഞാൻ ഇന്ന് പോണം അമ്മേ. നീ തന്നെ പോണം. മക്കളെ എടുത്ത് കത്തിയൊന്നും കൊടുത്തേക്കാൻ പറ്റൂല. വേഗം ചെല്ല്. എനിക്ക് ഇവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാനല്ലേ. വേഗം ചെന്നോട്. അമ്മ ഞങ്ങൾ പോട്ടെ. എങ്ങോട്ട്? പറമ്പ് അച്ഛമ്മന്റെ അടുത്തേക്ക്. പോണതൊക്കെ കൊള്ളാം, പക്ഷെ അച്ഛമ്മനെ എടുങ്ങാറാക്കാൻ നിൽക്കരുതേ. ഇല്ലമ്മേ, ഞങ്ങൾ നല്ല കുട്ടികളാ. വേറെ ഇടയില്ലെങ്കിൽ ചേച്ചി, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ചോറായില്ലേ? ഇനിയിപ്പോ കറിയും കൂട്ടാനൊക്കെ അല്ലേ ഉള്ളൂ. കറിക്ക് കേട്ട മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടാൻ വെക്കാനുള്ള അമ്മ പറിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് വാതിൽ പൂട്ടി അവരെ അടുത്തൊക്കെ പോയേക്കാം. കുറച്ച് മാങ്ങ കിട്ടിയ അച്ചാറിടായിരുന്നേ. അത് ശരിയാ. തോട്ടിയെടുത്ത് നമുക്ക് പോയി നോക്കാം. കുറെ പഴുത്ത മാങ്ങയും വികുന്നുണ്ട്. പിള്ളേരെന്നോ ഉണ്ട് പറയുന്നേ. എന്നാ നീ പോയി വാതിലടക്ക്, ഞാൻ തോട്ടിയെടുത്ത് വരാം. ശരി ചേച്ചി. അച്ഛമ്മ കുറച്ച് പച്ചക്കറി പറിക്കട്ടെ. കുറച്ച് പയറും വെണ്ടൊക്കെ പറിക്കാനുണ്ട്. വെച്ച് മക്കളെ ശ്രദ്ധിക്കേണ്ടിട്ടോ. ശരി. അച്ഛമ്മ എങ്ങോട്ടാ? അച്ഛമ്മ ഉപ്പാരി വെക്കാൻ പയറോ വെണ്ട എന്തെങ്കിലും പറിച്ചു വരട്ടോ. അച്ഛമ്മ ഞങ്ങളും ഉണ്ട്. വേണ്ട, മക്കൾ ഇവിടെ ഇരുന്നാ മതി. എന്താ അച്ഛമ്മ, ഞങ്ങളും വരട്ടെ? വേണ്ട മീനുട്ടി, അവിടെ കാടായിട്ടുണ്ട്. വല്ല പാമ്പോ ചേര എന്തെങ്കിലും ഉണ്ടായാലേ. പാമ്പോ? ഞങ്ങളില്ല. അച്ഛമ്മ പോയിക്കോ. അച്ഛമ്മ ശ്രദ്ധിക്കണേ. ഞാൻ ശ്രദ്ധിച്ചോളാം. ഹായ്, പൈത്ത മാങ്ങ. ചേച്ചി, അത് ഞങ്ങൾക്ക് തരുമോ? അയ്യടാ, അപ്പ കിട്ടിയത് തന്നെ. ചേച്ചി, ഒരു കഷ്ണം മതി. തരൂല, അത് എനിക്ക് കിട്ടിയല്ലേ. വല്ലാത്ത സാധനം തന്നെ. ചേച്ചിക്ക് നാളെ കൂടെ നോക്കിക്കോ. അത് സാരില്ല. അയ്യേ, പുരു. അങ്ങനെ തന്നെ വേണം. അവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്ത് പറ്റി ലച്ചു മോളെ? മുഖം വല്ലാതിരിക്കുന്നേ. അത് പിന്നെ ചെറിയമ്മേ, ലച്ചു ചേച്ചി പുഴുവില്ല മാങ്ങ കടിച്ച്. അതിനാണ് വിഷമിച്ചിരിക്കുന്നേ. അതൊന്നും സാരില്ല. ലച്ചു, വേഗം വീട്ടിലേക്ക് ചെന്നാ. പാറൂസ് അവിടെ ഒറ്റക്കേ ഉള്ളൂ. വല്യമ്മ എന്താ പാറൂസിനെ കൊണ്ടുവരാഞ്ഞേ? പാറൂസ് ഉറങ്ങല്ലേ? അവളെ എണീറ്റിയില്ല ഇതുവരെ. ലച്ചു, വേഗം ചെല്ലേ. ശരി അമ്മേ. എന്താ സന്തോഷം അറിയില്ല. ഫോണിൽ കളിച്ച് കുത്തിരിക്കാനേ കാരം. അല്ല മക്കളെ, അച്ഛമ്മയുടെ. അച്ഛമ്മ പച്ചക്കറി പറിക്കാൻ പോയതാ. അല്ല ചേച്ചി, തോട്ടി കിട്ടിയിട്ടില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? അമ്മ വരട്ടെ, ചോദിച്ചു നോക്കാം നമുക്ക്. അമ്മ, പച്ചക്കറി ഒന്നും കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്. മീനുട്ടി പോയാ കൊട്ടെടുത്ത് കൊണ്ടുവന്നാ. അച്ഛമ്മ, ഞങ്ങൾ കളിക്കല്ലേ. മക്കൾ അതെടുത്ത് കൊണ്ടുവന്നിട്ട് കളിച്ചോളി. അച്ഛമ്മ അമ്മനോട് പറ. അച്ഛമ്മ പറഞ്ഞ നീ കേട്ടില്ലേ? വേഗം എടുത്തോണ്ടേ. അമ്മ, ഞങ്ങൾ ഇവിടെ കളിക്കുന്ന അമ്മ കണ്ടില്ലേ? ഇനി നിങ്ങളെ വാക്ക് കൂടൊന്നും വേണ്ട. മക്കളെ വിടണ്ട. നിങ്ങൾ ആരെങ്കിലും പോയി എടുത്തു വാ. ശരി അമ്മ, ഞാൻ എടുത്തു വരാം. പിള്ളേരെല്ലാം ഇവിടെ ആണോ? ഞങ്ങൾ കളിക്കായിരുന്നു ചെറിയച്ചാ. മക്കൾക്ക് ചെറിയ മിഠായി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അവിടെ. മിഠായി എന്ന് കേട്ടാ മതി, പിന്നെ അവർക്കൊന്നും വേണ്ട. ദേവു, എന്താമ്മേ? പാറൂസിന്റെ അവിടെ ഉറങ്ങുന്നേ. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി അവളെ ഉണർത്തരുതേ. ശരി അമ്മേ. നീ അവളെ ബസ് കയറ്റി വിട്ടോ? ബസ് കയറ്റി വിട്ടിട്ടുണ്ട്. ബസ് സ്റ്റോപ്പില് അരുണിന്റെ അച്ഛൻ വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതായാലും നന്നായി. അവരൊറ്റക്ക് പോണ്ടല്ലോ. മാങ്ങ കുറെ പൈത്തല്ലോ. അത് ഞാനങ്ങ് പറയാൻ നിക്കുവാ. നീ അതിന്മേ കയറി കുറച്ച് മാങ്ങ ഇട്ടാ. കുറച്ച് പച്ചയും പറിച്ചുക്കോ. ശരി അമ്മേ. പിന്നെ കുറച്ച് മൂത്തത് നോക്കി പറിച്ചു കേട്ടോ. ഇന്ന് അവള് പോകുമ്പോ കുറച്ച് പച്ച കൊണ്ടായിട്ടുണ്ട് അച്ചാറിടാന്. പൈത്തത് ഞാൻ അവര് വരുമ്പോ കൊടുത്തയക്കാന്നാ പറഞ്ഞത്. ഇനി 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകേണ്ടതല്ലേ. ശരി അമ്മേ. ഞാനും വരാം അമ്മന്റെ കൂടെ. വേണ്ട, അത് ഞാൻ തന്നെ എടുത്തു വരാം. നിങ്ങൾ അപ്പോഴേക്കും മാങ്ങ പറിക്കി. ശരി അമ്മേ. അല്ലേ ചേച്ചി,
സഹായിക്കാന്. ആ അത് ശരിയാ. ആ പച്ച കുറച്ച് ഇന്ന് അവൾ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അച്ചാറിടാന്. ആ പച്ച പിന്നെ നമുക്ക് മതി അച്ചാറിടാന്. ദൂരം പലഹാരങ്ങളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. ഇതൊക്കെ എന്തിനാ? ചേച്ചി നാളെ ഗൗരിന്റെ വീട്ടിലേക്ക് പോവല്ലേ, അപ്പൊ അതിനുള്ളതായിരിക്കും. ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ എവിടെ പോവാണെങ്കിലും നിറയെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കും. ഗൗരിന്റെ വീട്ടിൽ പോയിട്ട് കുറെ ആയില്ലേ, അതാവും ഇത്ര തോനെ ഉണ്ടാക്കിയത്. മക്കള് കാണണ്ടേ, ഇപ്പൊ തന്നെ തിന്നു തീർക്കും. ആ അത് ശരിയാ. അമ്മ എന്താ ഞങ്ങളെ വിളിക്കാന് സഹായത്തിന്? അത്രക്കൊന്നുമില്ലല്ലോ, അത് കുറച്ചല്ലേ ഉള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത് കുറച്ചോ? ഹായ്, എന്തോ പൊരിച്ചതിന്റെ മണം. എന്താ അമ്മ സ്പെഷ്യൽ? ചിക്കൻ പൊരിക്കുന്നുണ്ടോ? ഇതെന്താ ബേക്കറി കടയോ? അച്ഛമ്മ ഇതൊക്കെ എനിക്കാണോ? മക്കൾക്ക് വേണ്ട മക്കള് കഴിച്ചോ? അച്ഛമ്മ പറഞ്ഞത് നിനക്ക് ആവശ്യമുള്ളത് കഴിക്കാനാ, അല്ലാതെ ഇത് ഫുള്ള് നിനക്കുള്ളതല്ല. എന്റെ അമ്മേ, ഈ അമ്മക്കൊന്നും അറിഞ്ഞൂടാ. ഇത് മുഴുവനും കഴിച്ചാൽ എന്റെ വയർ പൊട്ടി പോവില്ലേ? അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അമ്മക്കുള്ളത് അതിൽ തന്നെ ഉണ്ടാവും. ദേവു, മീനുട്ടി, വേഗം വാ. പാറൂസിനെ എടുത്തോ. നീ എന്തിനാടാ വിളിച്ചേ? ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ഉടായ്പായിട്ട് വന്നതായിരിക്കും. ഞങ്ങൾ മര്യാദക്ക് അവിടെ കളിക്കേനി. എന്നാ നീ പോയിക്കോ. മീനുട്ടി വാ. ദീ പോവല്ലേ? എന്താ നന്ദുട്ടാ? ദീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈശ്വരാ, ഞാനെന്താ ഈ കാണുന്നേ? ദേവു ഇങ്ങോട്ടൊന്ന് വാ. ഞാനൊന്നുമില്ല. നിനക്ക് വേണേ വന്നോ. എന്ത്? ആദ്യം നീ ഒന്ന് ഇങ്ങോട്ട് വാ. എന്തോരം പലഹാരങ്ങളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. ഹായ്, നെയ്യപ്പം. എന്റെ പൊട്ടി, അത് നെയ്യപ്പമല്ല, ഉണ്ണിയപ്പമാ. എന്തായാലും അപ്പം തന്നെയല്ലേ. മീനുട്ടി, നിനക്ക് ഇതിലേതാ ഇഷ്ടം? എനിക്കെല്ലാം ഇഷ്ടാ. എന്നാലും നിനക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? അതിപ്പം ഇതിലെനിക്ക് കൊലപ്പൂ വച്ചപ്പോ നല്ല ഇഷ്ടാ. എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടം. നന്ദു, അവിടെ നിന്ന് ഇറങ്ങിയാ പിന്നെ ഞങ്ങൾ എങ്ങനെ എടുക്കുക? നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം. വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് എടുക്കാൻ ഞങ്ങൾക്കറിയാം. മോൻ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി. അമ്പട ബ്ലൂസു, ഞാൻ പറഞ്ഞത് തന്നെ. നന്ദു, ടേബിളിന്റെ പണ്ടേന്ന് ഇറങ്ങിയ. അമ്മ ഞാൻ എടുക്കട്ടെ. നീ നിനക്ക് വേണ്ടത് മാത്രം എടുത്താ മതി. അവൻ എടുത്തോട്ടടി. അമ്മ, അവന് കഴിക്കാനല്ല, വെറുതെ എടുത്ത് കളയും. എന്റെ നന്ദൂട്ടം കളയൊന്നുമില്ല. അച്ഛമ്മ സത്യം അമ്മ പറഞ്ഞത്. അവൻ അത്രക്കൊന്നും തിന്നിട്ടില്ല. അമ്മയുടെ പൊന്നെന്തിനാ കരയുന്നേ? അതാണ് പ്രശ്നം. വാ, അമ്മ എടുക്കാം. ഫോണൊന്നും മക്കളെ എടുക്കാൻ പറ്റത്തില്ല. മക്കളെ കണ്ണ് പൊട്ടി പോവൂലേ, പിന്നെ അമ്മയെ എങ്ങനെ കാണാ? ലച്ചു ചേച്ചി വലിയ കുട്ടിയല്ലേ, ചെറിയ മക്കളെ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂലട്ടോ. അങ്ങോട്ട് നോക്കിക്കേ, അച്ഛമ്മ എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന്. പിന്നല്ലാതെ അച്ഛമ്മന്റെ ചെല്ലക്കുട്ടിക്ക് ഞാൻ തരാതിക്കുവോ? ആഹാ, അമ്പടി വിളവത്തി.